சுந்தரியை கூட்டிட்டு வெட்டினரி டாக்டர் கிட்ட போனோம். ஒரு 9 மணிக்கு அப்பாயின்மெண்ட்ரா. இறங்கடா, மணி 8:40 ஆயிடுச்சுடா. Sundari is also coming. See Sundari's face. പക്ഷെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് പിടുത്തമില്ല. എത്ര നേരം കൂടി ഉണ്ട്? 3 நிமிஷம் ஆச்சு. 3 நிமிஷம் தான் இருக்கு. இங்க பாருங்க, +17 minutes அந்த கேப்ல. நல்ல எல்லோ லைன்ல பார்க் பண்ணிட்டு வந்திருக்கேன். பிகாஸ் we are late for the appointment. நல்ல அழுவலாம். எங்க வேற கண்ணெல்லாம் நிறைஞ்சு. சுந்தரி உள்ளே போயிருக்கா. 6 பூனையை உள்ளே கூப்பிட்டு போயிருக்காங்கள. ஸோ டைம் ஆகும். அது வரைக்கும் வெயிட் பண்ணலாம். உள்ள எனக்கு மூச்சு முட்டுது. அதனால நான் வெளியே வந்துட்டேன். கடங்கண்ணா நல்லா அழுவலாம். எங்க வேற கண்ணெல்லாம் நிறைஞ்சு உட்காந்துருக்கான். ഇഞ്ചക്ഷൻ കിട്ടിയാ സുന്ദരി? 7-ാം തീയതി, അടുത്തത് 7-ാം തീയതി. കറക്റ്റ് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. സുന്ദരി വന്നതിലിരുന്ന് നീ ശരിയില്ല കെട്ടിയാ. ബർത്ത്ഡേ ആയിട്ട് വെറ്റിനറിന്റെ അടുത്ത് തരാലോ. പുറത്തിറക്കി വെച്ചു உங்களை வேலைக்கு ஒன்றும்ல. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അനൂസ് വർക്ക്സ് പ്ലേസ്. അനു ഇഞ്ചക്ഷൻ വെച്ച് ഒരു 1 or 2 days സ്വെല്ലിംഗ് ഉണ്ടാവും. അവൾ സിക്കായിരിക്കും. അത് ബോധർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. സിക്കായിരിക്കും. എങ്ങനെ സിക്കായിരിക്കും? ചിലപ്പോ വൊമിറ്റ് ചെയ്യാം, ചിലപ്പോ ഡയറിയ വരാം, എന്തുണ്ടാവാം. പക്ഷെ അത് പേടിക്കേണ്ട. സ്വെല്ലിംഗ് എന്തായാലും ചിലപ്പോ വരും. എങ്ക ഊശി പോട്ടാങ്ക കഴുത്തിലെയാ? ഇവള് മാത്രം കഴിഞ്ഞു. ബാക്കി 5 പൂച്ചയും ബിഹേവ് ചെയ്യാറുണ്ട്. ഇവള് കരഞ്ഞു ഭയത്തില. ഇവളെ ഞാൻ ഫസ്റ്റ് കയറ്റി. ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു വീഡിയോ എടുത്തു. പക്ഷെ ഇത്രയും വീഡിയോ കിട്ടി എനിക്ക്. അവരുടെ ഇങ്ങനെ ചുമ്മാ ചെക്കപ്പ് ചെയ്യണത് കിട്ടി. പക്ഷെ അവരുടെ ഫേസ് വരാൻ പാടില്ല. പിന്നെ പോരാത്തതിന് ഇഞ്ചക്ഷൻ വെക്കാൻ എടുക്കരുത് എന്ന് പറഞ്ഞു. அவன் நாக்கு வச்சு நக்கி எடுத்துருவா. விடு சுந்தரி, சின்ன ஊசி தானே, சரியா போயிடும். அழுவ கூடாது, சரியா? അവള് മാത്രം കരഞ്ഞു. ബാക്കി 5 എണ്ണം കരഞ്ഞില്ല. 5 பூனையை கொண்டு வந்த ஆள் கூட தைரியமா எஞ்சி சிரிச்சுட்டே வெளியே போகுது. இது ஒரு பூனையை கூட்டு போயிட்டு அழுதுட்டு வெளியே வருது. சரி சரி சரி, ஜன்னல ஏத்திரும். பயப்படாத தங்க குட்டி, பயப்படக்கூடாது. എന്താണ് പേടിക്കാൻ? എന്തിനാ? നോ ഫിയർ. சரி ஒன்றும் இல்லை. இப்போ லொக்கேஷன் போயிடலாம். வெயிட் பண்ணு. பசிக்குது, ஆனாலும் பயமா இருக்குது. வெயிட் பண்ண போய் வண்டி ஸ்டேபிள் ஆன பிறகு. வண்டி ஆடிக்கிட்டே இருக்கா, பயப்படலாம். 1:45 കറക്റ്റ് ടൈമിൽ എത്തിക്കോളും. പിള്ളേർ പറഞ്ഞു അടുത്ത പ്രാവശ്യം കറക്റ്റ് ടൈമിൽ നിങ്ങൾ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സത്യമായിട്ടും ക്യാൻസൽ ചെയ്യും. പ്രാവശ്യം കുറേ വരെ നിർത്തിയിട്ടാണ് നിങ്ങളെ കയറിയേക്കണം. നിങ്ങൾ 6 പൂച്ച ആയതുകൊണ്ടാണ്. ഒരെണ്ണാണെങ്കിൽ നമുക്ക് സീറ്റില്ല. ഇതിനിടയ്ക്കാണെങ്കിൽ ഇവളുടെ അമ്മ, നമ്മുടെ ലക്കിയുടെ അമ്മ, നമ്മുടെ സുന്ദരിയുടെ അമ്മേനെ ഇവര് പറയാണ് ഇല്ലാന്നത്. ഹൗസ് ഓഫ് മീൻസ് അവർക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു അമ്മനെ പാക്ക് ചെയ്തോന്നു ക്യാറ്റ്സിനെ. അവരുടെ കുട്ടി ഇല്ല. അവര് പറയണ എന്റെ അടുത്ത് ഇല്ല, പ്രിൻസസ് ഷാഡോനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയണത്. ഞാൻ നോക്കുമ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തം 6 പൂച്ചയുണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ പൂച്ചനെ പോലെ തന്നെ ഇരിക്കണേ. അപ്പൊ ഇതോന്ന് ചോദിച്ചു. അയ്യോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നെയും ഡോക്ടറെ വിളിച്ചു വരുത്തി ചെക്കപ്പ് ചെയ്ത് പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് അങ്ങനെ നമ്മുടെ സുന്ദരി ലക്കി AKA സുന്ദരി. അതെ, സർട്ടിഫിക്കറ്റ്സിനകത്തൊക്കെ നമ്മുടെ കൊച്ചിന്റെ പേര് ലക്കി എന്നാണ്. ബിക്കോസ് ഇംഗ്ലീഷുകാർക്ക് പറയാൻ എളുപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ സുന്ദരി എന്നേ വിളിക്കുള്ളൂ. അങ്ങനൊന്നുമില്ല, എല്ലാ പേരും വിളിക്കൂട്ടോ. സുന്ദരി, പൊന്ന, ഞുഞ്ഞ്. ഇവൾക്ക് 3 പേര് ഇருக்கு. സുന്ദരി தான் எனக்கு பிடிக்கும். ഇവർ രണ്ടും സുന്ദരി എന്ന് വിളിക്കുള്ളൂ. അമ്മീൻ ഇടയ്ക്ക് ഞുഞ്ഞെന്ന് വിളിക്കൂലേ? അമ്മീൻ ഇടയ്ക്ക് ഞുഞ്ഞെന്ന് വിളിക്കും. ഞാൻ പൊന്നെ, ചക്കര, മുത്ത എല്ലാം വിളിക്കും. അപ്പോ അങ്ങനെ അവളുടെ ഫസ്റ്റത്തെ വാക്സിൻ കഴിഞ്ഞ് ഇനി നമുക്ക് സെക്കൻഡ് വാക്സിൻ ഉണ്ട്. അത് അടുത്ത മാസം 7-ാം തീയതി. കറക്റ്റ് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ അന്ന്
നമ്മുടെ കൊച്ചിന് 2ാമത്തെ വാക്സിൻ കിട്ടുന്നതായിരിക്കും. പിന്നല്ല എങ്ങനെയാടാ അതിന്റെ സെറ്റപ്പ്, എങ്ങനെയാണ് ഇതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് ചോദിച്ചറിയാം. അവന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൂച്ചേനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. ഹൗ എക്സ്പെൻസീവ് இப்பதான் எக்ஸ்பென்சிவ். சின்ன வயசுல கிட்டன வாங்கியிருந்தா வீட்டுல தயிர் சோற போட்டு கொடுத்துருக்கலாம். இப்போ நல்லா வளர்ந்து தடிமாட்டினாய் ராயல் கனின் தான் சாப்பிடுவேன், வேற எதுவும் சாப்பிட மாட்டேன்ட்டு அடம் பிடிச்சிட்டு இருக்கான். சரி பாவம் கொடுத்து சாப்பிடும், அதான் வயிறு எடுத்து உட்காரட்டும் அப்படின்னு சொல்லி ராயல் கனின் வாங்கி. എന്റെ വർക്ക് പ്ലേസ് എത്തി. എനിക്ക് 12 hours ഷിഫ്റ്റ് ഉണ്ട്. ഞാൻ പോവാറായി ഗൈസ്. ഇനി നിങ്ങൾ ഇവരുടെ മൊക്ക കേട്ട് എൻജോയ് ചെയ്യുക. സബ്സ്ക്രൈബ് பண்ணுங்க. സബ്സ്ക്രൈബ് ടു സ്കോട്ട് ഫംഗൈ. പേര് തപ്പാ சொல்லாத. സബ്സ്ക്രൈബ് ടു സ്കോട്ട് സാമ്പാർ. അപ്പോൾ ബൈ ബൈ. See you on the next video guys. Bye bye.